ജിൻഡോ എഗെയിൻ സെക്ഷൽ ഹറാസ്മെൻറ്റ് വന്നിരിക്കുകയാണ്. ഞാൻ ജിൻഡോനെ നൈസായിട്ടൊന്ന് മാറ്റി നിർത്തണം. എനിക്ക് ചോദിക്കാനുള്ളത് അരിയണ്ണനോടാണ്, അതായത് സീക്രട്ട് ഏജൻറ്റിനോടാണ്. ഇവിടെ നിന്ന് കാവടി തുള്ളിപ്പോയത് ജിൻഡോനെ പോയിൻ്റ് ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, ഉറക്കത്തിൽ ഇപ്പോൾ മനുഷ്യർ ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലർ കാലെടുത്ത് വെക്കുന്നവരുണ്ടാവും, ചിലർ കൈയെടുത്ത് വെക്കുന്നവരുണ്ടാവും, അതായത് ഓക്കെ. പക്ഷേ ഇത് ഉറങ്ങിക്കിടക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് പേഴ്സണൽ സ്പേസിൽ പ്രസ് ചെയ്യുക, ആ തട്ടിക്കളയുന്നു, പിന്നെയും പ്രസ് ചെയ്യുക, 2 പ്രാവശ്യം അത് ചെയ്തിട്ട് അവിടെ ഒരിക്കലും നമുക്ക് ജിൻഡോനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല. കാരണം ഗബ്രിയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി അങ്ങോട്ട് പോയി ചോദിച്ചാണ് ലിപ് ലോക്ക് വേണോ, എനിക്കെന്നെ കിസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അതേപോലെ ശരീരത്തിൻ്റെ കാര്യം ഹീസ് എ ട്രെയിനർ, അതായത് ജിൻഡോ ഒരു ട്രെയിനറാണ്. സോ ഒരു ടിപ്പ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ സ്ത്രീകളുടെ പോലത്തെ ശരീരമാണ്, അതൊന്ന് ഹെൽത്തി ആക്കി എടുക്കണം എന്ന് പറയണതും ഓക്കെ, നമുക്കത് റെഡിയാക്കി എടുക്കാം. പക്ഷേ ഇവിടെ ജിൻഡോ അതിനെപ്പറ്റി സോറിയും പറയുന്നില്ല. അതൊക്കെ പോരാഞ്ഞിട്ട് സീക്രട്ട് ഏജൻറ്റിൻ്റെ വായിൽ എന്താ പഴമാണോ? സീക്രട്ട് ഏജൻറ്റ് എന്തർത്ഥത്തിലാണ് പറഞ്ഞത്? ജിൻഡോ പറയുന്നുണ്ട് അത് ഉറങ്ങിക്കിടന്നപ്പോൾ അങ്ങനെ പറ്റിപ്പോയി, എങ്ങനെ പിടിച്ചതെന്നും കാണിച്ചു കൊടുക്കുന്നുണ്ട്. സീക്രട്ടിൻ്റെ കാലിൻ്റെ തൈസിൻ്റെ അവിടെ എങ്ങനെ പിടിച്ചതെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ സീക്രട്ട് ഏജൻറ്റ് പറയാണ് എനിക്കതൊരു കുഴപ്പമില്ലാന്ന്. ഉറങ്ങിക്കിടക്കുമ്പോഴാണെങ്കിലും ഉണർന്നിരിക്കുമ്പോഴാണെങ്കിലും ഒരാൾ വന്നിട്ട് പ്രൈവറ്റ് പാർട്ടിൽ അല്ലെങ്കിൽ തൈസ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിന് ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ തൊട്ട സീക്രട്ടിന് ഒരു കുഴപ്പമില്ലേ, ഒരു വിഷയമില്ലേ? എന്തർത്ഥത്തിലാണ് താൻ പറഞ്ഞത് എനിക്കതൊരു വിഷയമില്ല എന്നുള്ളത്? താൻ ആലോചിക്കാതെ പറഞ്ഞതാണോ അതോ അത് ഓക്കെ എന്നുള്ള രീതിയിൽ പറഞ്ഞാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ നിന്ന് ജിൻഡോനെ മൂപ്പിക്കാമെന്ന് പറഞ്ഞു പോയ ആള് ജിൻഡോന്റെ ഈ ഒരു ആക്ട്, ഗബ്രിയുടെ വിഷയം പോട്ടെ, അഭിഷേക് അതിനകത്ത് റിയാക്ട് ചെയ്തത് വൺസ് പിടിച്ചു പിന്നെ തട്ടിക്കളഞ്ഞു പിന്നെയും പിടിക്കുക, അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇപ്പം സിബിനും എങ്ങനെ പിടിച്ചെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിലുള്ള പ്രസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓക്വേർഡായിട്ടുള്ള കാര്യം തന്നെയാണ്. ഉറക്കത്തിൽ സംഭവിച്ചതാണെങ്കിലും 2 പ്രാവശ്യം സംഭവിച്ചാണെങ്കിലും അതൊരു ലേഡി ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ലേഡി ആണെങ്കിൽ ഇപ്പോൾ ഉറക്കത്തിലാണെങ്കിൽ എനിക്കതിനോട് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷേ ജിൻഡോൻ്റെ ഇതിപ്പോൾ പല പ്രാവശ്യം ഇങ്ങനെ വരുന്നു. അപ്പോൾ ബിഗ് ബോസ് അതിനെ ഒന്ന് സീരിയസ് ആക്കി എടുത്ത് തന്നെ ചോദ്യം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അത് മാത്രമല്ല സീക്രട്ട് ഏജൻറ്റിൻ്റെ എന്താ നിലപാടെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ കയറി പിടിച്ചാൽ സീക്രട്ട് ഏജൻറ്റിന് കുഴപ്പമില്ല എന്നാണ് പബ്ലിക്കലി പറഞ്ഞിരിക്കുന്നത്. എന്താണ് അരിയണ്ണ, അത് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ താങ്കൾ എങ്ങോട്ടാണ് കളിച്ചു പോകണേന്ന്.